എഡ്യൂക്കേഷൻ തന്നെയാണ്, ഒരു സംശയം. ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിച്ച് വെച്ചില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, അത് തുടർച്ചയായിട്ട് നമുക്ക് ഇനിയും അത് ദേശങ്ങൾക്ക് ഈ ചേലക്കരയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതികൾ വേണം. ധാരാളം ചെറുപ്പക്കാർ ഞാനുമായി അല്ലെങ്കിൽ പങ്കുവെക്കേണ്ട വിവിധ ഘട്ടങ്ങളിൽ MLA ആയപ്പോഴും അത് കഴിയാനും ഒരു 2021 മറ്റു ചുമതലയുമായി ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്തും ചില ചെറുപ്പക്കാർ എന്നോട് വന്ന് പങ്കുവെക്കേണ്ടായി. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ പറയാത്തത് ആ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി കൂടിയാലോചനയാണ് അതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സൂചന എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ പറയാം, അവർക്ക് ഈ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിൽ പോകുന്നുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോച്ചിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം അവർ വിവിധ സ്ഥലങ്ങൾ തേടി പോകാറുണ്ട്. ചേലക്കര പ്രദേശത്തേക്ക് അങ്ങനെ നമുക്ക് കോച്ചിങ് സൗകര്യമെല്ലാം ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്നെല്ലാം ചോദിച്ചു പലരും വന്നിരുന്നു. തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. ചിലർ രക്ഷിതാക്കളെ വിട്ട് ദൂരെ പോയി പഠിക്കാൻ തയ്യാറാവാത്ത ഭാഗമായി അവരുടെ ലക്ഷ്യം നടക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ നടത്തി കൊടുക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആലോചന ഞാനും സത്യത്തിൽ നടത്തിയിരുന്നു. നമ്മുടെ ഈ ചേലക്കരയ്ക്കകത്ത് BJPക്ക് മുന്നേറ്റേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. ആ കൂടിയത് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ആ കൂടിയത് ഏത് രീതിയിലാണെന്നുള്ളത് ഇരുന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ അറിയുള്ളൂ. ഒന്ന്, BJPയുടെ സ്ഥാനാർത്ഥി ചേലക്കരക്കാരനാണ്, തിരുവില്ലാമലക്കാരൻ. അദ്ദേഹത്തിന് അവിടുത്തെ ഒരു നാടിൻ്റെ ഒരു പിന്തുണ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാം. അദ്ദേഹം നിരന്തരമായ അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, ആ പ്രദേശത്തുകാരനായതുകൊണ്ട് ഒരു സിമ്പതി കിട്ടിയേക്കാം. ദേശഭാഗത്ത് എനിക്ക് ചിലപ്പോൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയത് എല്ലാം ഇടതുപക്ഷത്തിന് 100% വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലാതെയും പ്രദീപിനെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേശഭാഗത്ത് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരുവില്ലാമല ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അത് എക്കാലത്ത് ആ വോട്ട് അങ്ങനെ അതേപോലെ കോൺക്രീറ്റ് ആയിട്ട് വന്നുകൊള്ളണമെന്നില്ല, മാറിയേക്കാം. വേണ്ടി ജനാധിപത്യ രീതിയിൽ എല്ലാവരും ജനത്തെ വോട്ടർമാരെ കാണണം എന്ന് തന്നെയാണ് എനിക്കുള്ള ഒരു അഭ്യർത്ഥന. പക്ഷെ അതല്ലാതെ ചില പ്രയോഗങ്ങൾ പലരും നടത്തി. ഇപ്പോൾ ചില നോട്ടീസ് കണ്ടു. ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായ ഒരു ആരാണ്, UDF ആണോ ആരാണെന്നൊന്നും നോക്കണം. എന്തായാലും ഭാഷയും അത് കൈകാര്യം ചെയ്ത ആളുകളും UDFന്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് അത് കണ്ടത് എന്നുള്ളത്. ഈ വർഗീയപരമായി വരെ ആളുകളെ ഭിന്നിപ്പിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ അവിടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വേദനയും സങ്കടമുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു നാടിനെ ചിന്തിപ്പിക്കാൻ പാടില്ല. ചില നാട്ടുപുറത്തെ പാവപ്പെട്ട ആളുകൾ എന്നെ വന്ന് കണ്ടിരുന്നു, എനിക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിന് വഴങ്ങിയില്ലെങ്കിലും അപ്പുറത്തെ വീട്ടുകാർ അത് വഴങ്ങി കൊടുത്തിട്ടുണ്ട് എന്ന് വരെ രഹസ്യമായി ഒന്ന് പറയുന്ന കാഴ്ചയും ഒരു വിവരം കേട്ടു. എങ്ങനെ ഉദ്ദേശിച്ച്? അതായത് ഈ പറഞ്ഞ ആളുകൾ അത് രഹസ്യമായിട്ട് ഇപ്പൊ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ വിവരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ അതിന്റെ തെളിവുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ തെളിവുകൾ തെറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മാധ്യമത്തിന് മുമ്പിൽ പറയാം. അത് തെറ്റായി, അതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് കേട്ടത്.